നമസ്കാരം, ജനത ഓൺലൈനിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് CPM-നും സർക്കാരിനും വലിയ തിരിച്ചടിയായ സാഹചര്യത്തിൽ ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ വിവരങ്ങൾ പുറത്തു വരികയാണ്. തൃശൂർ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ നിർണായകമായ നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തെത്തുന്നു എന്നതാണ് വാർത്ത. അന്വേഷണത്തിലെ കണ്ടെത്തൽ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. CPM-നെ പ്രതി ചേർത്തും പാർട്ടി അക്കൗണ്ടുകളിലേക്ക് എത്തിയ പണത്തിന്റെ വിവരങ്ങളും പോലീസ് മേധാവിക്ക് കൈമാറുമെന്ന് അറിയാൻ കഴിയുന്നു. PMLA നിയമത്തിലെ സെക്ഷൻ 66(2) പ്രകാരമാണ് ഇത്തരമൊരു നടപടിക്ക് ED ഒരുങ്ങുന്നത്. വായ്പ എടുത്ത് ബാങ്കിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയ പ്രതികളുടെ വിവരങ്ങളും കൈമാറും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം കരുവന്നൂരിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വൈകുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 4 വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാന പോലീസ് അന്വേഷണം എങ്ങും എത്താത്തതിൽ സിംഗിൾ ബെഞ്ച് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. കള്ളപ്പണ കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖകൾ മുഴുവനും എടുത്തുകൊണ്ടുപോയതിനാലാണ് തങ്ങളുടെ അന്വേഷണത്തിന് തടസ്സമുണ്ടായത് എന്നാണ് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ മറുപടി നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഒറിജിനൽ രേഖകൾ കിട്ടിയാൽ മാത്രമേ അന്വേഷിക്കുകയുള്ളൂ എന്നായിരുന്നു ഈ സമയത്ത് കോടതി മറുചോദ്യം ഉന്നയിച്ചത്. അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ തന്നെ കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നിർണായകമായിട്ടുള്ള ഒരു നീക്കവുമായി ED രംഗത്തെത്തുന്നത്. എന്തായാലും വീണ വിജയനുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൂടി ED മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ സാഹചര്യത്തിൽ അത് സർക്കാരിനും ഒപ്പം തന്നെ പിണറായി വിജയനും ഒക്കെ ഒരു തലവേദനയായിരിക്കുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ കരുവന്നൂർ കള്ളപ്പണ കേസിൽ കൂടി ഇത്തരം ഒരു നിലപാടുമായി ED രംഗത്തെത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. സർക്കാരിനെ എല്ലാ ഭാഗത്തു നിന്നും വരിഞ്ഞു മുറുക്കാനുള്ള EDയുടെ ഒരു നീക്കമാണോ ഇത് എന്ന ചോദ്യം പോലും ഉയരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ നിർണായക നീക്കവുമായിട്ടാണ് ED എത്തിയിരിക്കുന്നത് എന്നതാണ് പങ്കുവെക്കാനുള്ളത്.